ഇനി കാർഷിക മേഖലയിൽ നിന്നുള്ള വാർത്തകൾ നോക്കാം. നാളികേരത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞതോടെ സംസ്ഥാനത്തെ കർഷകർ പ്രതിസന്ധിയിൽ. 8 മാസത്തിനിടെ തേങ്ങയുടെ വില പകുതിയായി കുറഞ്ഞതോടെ കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വിലയിടിഞ്ഞു. ഉൽപാദന വർധനയും കയറ്റുമതി കുറവും വിപണിയെ ബാധിക്കുകയാണ്. കഴിഞ്ഞ വർഷം പകുതിയോടെ കിലോയ്ക്ക് 80 മുതൽ 85 രൂപ വരെ ലഭിച്ചിരുന്ന പച്ചത്തേങ്ങയുടെ വില ഇപ്പോൾ 40 മുതൽ 45 രൂപയായി കുറഞ്ഞു. ഏറെക്കാലം 60 മുതൽ 65 രൂപ നിരക്കിൽ നിലനിന്നിരുന്ന വിലയാണിപ്പോൾ ഇടിഞ്ഞത്. തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പാദനം വർദ്ധിച്ചതാണ് വില കുറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. കഴിഞ്ഞ വർഷം മഴയും കാലാവസ്ഥാ പ്രശ്നങ്ങളും മൂലം അവിടെ ഉൽപ്പാദനം കുറഞ്ഞിരുന്നെങ്കിലും ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. ഇതോടെ വിപണിയിലേക്ക് കൂടുതൽ തേങ്ങയെത്തി. പശ്ചിമേഷ്യ യുദ്ധവും നാളികേര മേഖലയെ ബാധിച്ചു. നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കുറഞ്ഞതോടെ ആഭ്യന്തര വിപണിയിലേക്ക് കൂടുതൽ സ്റ്റോക്ക് എത്തി. ഇതും വിലയിടിയാൻ കാരണമായി. അതേസമയം കടുത്ത വേനൽ കാരണം തേങ്ങ വേഗത്തിൽ വിളഞ്ഞതും ഉൽപ്പാദനം കൂടാൻ ഇടയാക്കി. ഉണക്കത്തേങ്ങയുടെ വിലയും ഇപ്പോൾ കിലോയ്ക്ക് 50 മുതൽ 52 രൂപ വരെയാണ്. തേങ്ങയുടെ വിലയിടിവ് വെളിച്ചെണ്ണ വിപണിയിലും പ്രതിഫലിച്ചു. വിവിധ ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 210 മുതൽ 260 രൂപ വരെയാണ് വില. 8 മാസം മുമ്പ് ഇത് 550 രൂപ വരെ ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഗോതമ്പ് സംഭരണത്തിൽ വൻ മുന്നേറ്റം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സർക്കാർ സംഭരണം 51% ഉയർന്നു. മധ്യപ്രദേശിലെ വേഗത്തിലുള്ള വാങ്ങലാണ് കേന്ദ്രത്തിന് ആശ്വാസമായത്. രാജ്യത്തെ ഗോതമ്പ് സംഭരണത്തിൽ വൻ വർധന രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഗോതമ്പ് വാങ്ങൽ 51% ഉയർന്ന് 44 ലക്ഷം ടൺ കടന്നു. ഇതോടെ സംഭരണത്തിലെ കുറവ് ഗണ്യമായി കുറയ്ക്കാൻ സർക്കാരിന് സാധിച്ചു. മധ്യപ്രദേശിൽ മെയ് ആദ്യവാരത്തിൽ മാത്രം 24 ലക്ഷം ടണ്ണിലധികം ഗോതമ്പ് വാങ്ങിയതാണ് വലിയ മുന്നേറ്റത്തിന് കാരണം. കർഷക പ്രതിഷേധങ്ങളും മന്ദഗതിയിലുള്ള സംഭരണവും വിവാദമായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ സംഭരണം വേഗത്തിലാക്കിയിരുന്നു. പഞ്ചാബിലും ഹരിയാനയിലും സർക്കാർ വാങ്ങൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്നു. പഞ്ചാബിൽ മാത്രം 120 ലക്ഷം ടണ്ണിലധികം ഗോതമ്പ് സംഭരിച്ചു. എന്നാൽ അപ്രതീക്ഷിത മഴയും ആലിപ്പഴ മഴയും കാരണം ഗുണനിലവാരത്തിൽ ഇളവ് നൽകിയ ഗോതമ്പാണ് കൂടുതലായും വാങ്ങിയത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ സംസ്ഥാനങ്ങളിലുമുള്ള സംഭരണ ലക്ഷ്യങ്ങൾ കേന്ദ്രം ഉയർത്തി. 2026-27 സീസണിൽ 345 ലക്ഷം ടൺ ഗോതമ്പ് സംഭരിക്കാനാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. നിലവിലെ വേഗത തുടർന്നാൽ ലക്ഷ്യം കൈവരിക്കാമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചാബിലെ ഹൈബ്രിഡ് നെൽവിത്ത് വിവാദത്തിൽ കേന്ദ്ര സർക്കാർ പിന്മാറാൻ തയ്യാറല്ല. ഹൈബ്രിഡ് വിത്തുകൾ ഡീനോട്ടിഫൈ ചെയ്യണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം വിശദമായി പരിശോധിക്കുകയാണ്. ഉയർന്ന വിളവും സർക്കാർ സംഭരണി ഉറപ്പും കാരണം കർഷകർ ഹൈബ്രിഡ് നെല്ലിലേക്ക് കൂടുതൽ മാറുകയാണ്. പഞ്ചാബിൽ ഹൈബ്രിഡ് നെൽവിത്തുകൾക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിൽ കേന്ദ്ര സർക്കാർ സൂക്ഷ്മ നിലപാട് സ്വീകരിച്ചു. ഹൈബ്രിഡ് നെൽവിത്തുകൾ ഡീനോട്ടിഫൈ ചെയ്യണമെന്ന ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. 2015 ശേഷം പുറത്തിറക്കിയ 23 ഹൈബ്രിഡ് നെൽവിത്തിനങ്ങളും സർക്കാർ നിശ്ചയിച്ച മില്ലിംഗ് നിലവാരത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. നെല്ലിൽ നിന്ന് അരിയിലേക്കുള്ള പരിവർത്തന നിരക്ക് കുറഞ്ഞത് 67%, ഹെഡ് റൈസ് 55% വേണമെന്നതാണ് മാനദണ്ഡം. ചില ഹൈബ്രിഡ് ഇനങ്ങളിൽ അരി ലഭ്യത കുറയുന്നുവെന്നാരോപിച്ച് പഞ്ചാബ് സർക്കാർ കേന്ദ്രത്തോട് ഡീനോട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മില്ലുടമകളും കർഷകരും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായതോടെ വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. 2024 മില്ലുടമകൾ സമരം നടത്തിയതോടെ പഞ്ചാബിലെ നെൽ സംഭരണവും വാങ്ങലും പ്രതിസന്ധിയിലായി. തുടർന്ന് വിഷയം പഠിക്കാൻ കേന്ദ്ര സർക്കാർ IIT ഖരഗ്പൂരിനെയും ICAR-നെയും ചുമതലപ്പെടുത്തി. അതേസമയം സാധാരണ ഇനങ്ങളെ അപേക്ഷിച്ച് 25% വരെ കൂടുതൽ വിളവ് ലഭിക്കുമെന്നതിനാൽ കർഷകർ ഹൈബ്രിഡ് നെല്ലിനങ്ങളിലേക്ക് കൂടുതൽ മാറുന്നതായും റിപ്പോർട്ടുണ്ട്. MSPയിൽ 100% സർക്കാർ സംഭരണ ഉറപ്പുള്ളതും ഹൈബ്രിഡ് വിത്തുകളുടെ പ്രചാരണം വർദ്ധിക്കാൻ കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.